ഇവരാൽ ബന്ധനസ്ഥരാക്കപ്പെട്ട ഒരു വൈദിക സമൂഹത്തെ അകത്ത് കടത്താനാണ് മാർപ്പാപ്പ ശ്രമിക്കുന്നത്. അല്ലാതെ 50 പേർക്ക് വേണ്ടിയല്ല ഈ സർക്കുലർ. എനിക്ക് തോന്നുന്ന ജോമോന പറഞ്ഞു വന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ 50 പേരുടെ മുമ്പിൽ വാതിലേ ഇല്ല, ഒരിക്കലുമില്ല. ബാക്കിയുള്ളവർക്കാണ് വാതില്. അതെ. അപ്പൊ അവർക്ക് മറ്റുള്ളവർ ഈ വാതിലൂടെ കടക്കാതിരിക്കാൻ അവരൊരു പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇവർ ചിത്രത്തിലേ ഇല്ല ഇനി, ഒരിക്കലുമില്ല. അതായത് ഇവർ ജൂലൈ 3 കുർബാന ചെല്ലിയാലും ഇല്ലെങ്കിലും എന്തായാലും ഇവർ ഇതിന്റെ ഭാഗമല്ല. അല്ല, ഇവിടെയാണ് റോബിൾ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഉദാഹരണമല്ല, ഉപമ, ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞു. ധൂർത്തപുത്രനെ ആരും ഒരിക്കലും പന്നിക്കൂട്ടിൽ നിന്ന് കയറ് കെട്ടി വലിച്ച് ഒരിക്കലും തറവാട്ടിലേക്ക് കൊണ്ടുവന്ന ചരിത്രമില്ല. അതല്ലേ മാർപ്പാപ്പ പറഞ്ഞ അനുദപിച്ചിട്ട് വരട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ധൂർത്തപുത്രനെ കയറ് കെട്ടി വലിച്ച് അല്ലെങ്കിൽ JCBക്ക് കുത്തിപ്പൊക്കി അകത്ത് കടത്താനുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞ അത് ഈ സഭയെ നശിപ്പിക്കുകയാണ് അവര്. നമുക്ക് വളരെ പോസിറ്റീവായിട്ട് 3-ാം തീയതി മുതൽ വിഘടിച്ച് നിൽക്കുന്നവർ സഭയോടൊപ്പം നിൽക്കും, അവര് ഏകീകൃത ബലിയർപ്പണം നടത്തും, അങ്ങനെ സഭയുടെ കൂട്ടായ്മയിലേക്ക് വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അന്നേരവും ഇവിടെ ഒരു പ്രശ്നമില്ലേ? കാരണം ഈ കഴിഞ്ഞ 2-2.5 വർഷം കൊണ്ട് കാണിക്കാൻ പറ്റാത്ത പല ദുർമാതൃകകളും കാണിച്ച് വരും തലമുറയ്ക്ക് പോലും വിശ്വാസ പ്രപഞ്ചം സൃഷ്ടിച്ച് പൊതുസമൂഹത്തിൽ മൊത്തം നമ്മുടെ സഭയെ നാണം കെടുത്തിയിട്ട് നിൽക്കുന്ന ഒരു പറ്റം ആൾക്കാർ. അപ്പൊ നമ്മുടെ വിശ്വാസ പ്രകാരം എല്ലാവരെയും സ്വീകരിക്കുന്ന ഈശോയുടെ ആ ഒരു കാഴ്ചപ്പാടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇവരെ മാറ്റി നിർത്തുന്നില്ല, നമ്മൾ വീണ്ടും അവരെ സ്വീകരിക്കുക. പ്രത്യേകിച്ച് ഇവിടെ പലരും നഷ്ടപ്പെട്ടു പോയ ആടിന്റെയും ധൂർത്തപുത്രന്റെയും ഒക്കെ കഥ പറഞ്ഞ് അവരെ നമ്മളോട് കൂട്ടിച്ചേർക്കണമെന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, അനുദപിച്ച് അവർ മടങ്ങി വരണം. അപ്പം കേവലം ഒരു സർക്കുലർ വായിച്ച് പുറത്താക്കപ്പെടുമല്ലോ എന്നുള്ള പേടിയോടി കൂടി കുർബാന ചെല്ലുന്നവര് അനുദപിച്ചാണ് വരുന്നതെന്ന് ഇവിടെ ആർക്കും തോന്നുന്നില്ല. തന്നെയുമല്ല, ഈശോയുടെ തിരുശരീരത്തെ അപമാനിച്ച ആഭിചാര കുർബാന നടത്തിയ ഒരു പറ്റം ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. ഇവിടെ സഭ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് പൊതുവേദിയിൽ സഭയുടെ ഐക്യത്തിന് കളങ്കം ഉണ്ടാക്കുന്നത് ഒന്നും ചെയ്യരുത് പറയരുതെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇറങ്ങി അതിനെ വെല്ലുവിളിക്കുകയും അതിനെ പരസ്യമായി തള്ളിക്കളയുകയും ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മൾ ഒരു കുർബാന ശരീരത്തിന്റെ പേരിൽ മാത്രം ഈ സഭയിലേക്ക് സ്വീകരിക്കുന്നത് കൊണ്ട് ഈ സഭയ്ക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, ആഭിചാര കർമ്മമാണ്. ആഭിചാരക്രിയ. അപ്പൊ ഈ ആഭിചാരക്രിയ, ആഭിചാര കർമ്മം നടത്തിയവർ എന്തായാലും നമ്മുടെ മുമ്പിലുണ്ട്, ലോകം മുഴുവൻ ലൈവ് പോയി കണ്ടതുമാണ്. അപ്പൊ എനിക്കിനിയുള്ള എന്റെ ഒരു ചോദ്യം ജോമോനോട്, ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മുടെ സഭയിൽ അവർ കുർബാന ചൊല്ലി എന്നതിന്റെ പേരിൽ തുടരാൻ അനുവദിക്കുന്നതിൽ എന്തെങ്കിലും നീതിയുണ്ടോ? അത് വരും തലമുറയ്ക്കോ ഈ സഭയ്ക്കോ എന്തെങ്കിലും ഗുണം ചെയ്യുമോ? എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ജൂലൈ 3 എന്ന് പറയുന്നത് ലോകം മുഴുവൻ സീറോ മലബാർ സഭയെ ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ്. ഈ കുർബാന പ്രതിസന്ധികൾ നിരവധി വർഷങ്ങളായി ആരംഭിച്ചിട്ട് കഴിഞ്ഞ 3 വർഷമാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വിമത വൈദികരുടെയും വിമത അൽമായരുടെ സൈഡിൽ നിന്നും ഏറ്റവും കൂടുതൽ സഭാവിരുദ്ധത അരങ്ങേറിയ നാളുകൾ കഴിഞ്ഞുപോയ 3 വർഷമാണ്. ഒരിക്കലും ഒരു പ്രതിസന്ധി ഇതിനകത്ത് ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ വിശ്വാസികൾ പോലും അങ്ങനെ സഭയെക്കുറിച്ച് ഈ സഭയെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന രീതിയിൽ നിരാശരായി പോയ ഒരു സാഹചര്യത്തിലാണ് 3-ാം തീയതി ഒരു സർക്കുലർ, 3-ാം തീയതി നടപ്പിലാക്കേണ്ട വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ 9-ാം തീയതി ഇറങ്ങിയ സർക്കുലർ. ഇത്രയും മനോഹരമായ ഒരു സർക്കുലർ കുർബാന പ്രതിസന്ധി വിഷയത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഈ കഴിഞ്ഞ 9-ാം തീയതി സർക്കുലറിൽ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്, ഒന്നുകിൽ അകത്ത് അല്ലെങ്കിൽ പുറത്ത്. അപ്പൊ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ ഇത് സീറോ മലബാർ സഭയുടെ സിനഡ് നേതൃത്വത്തോട്, പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പിനോടും മാർപ്പാപ്പ തന്നെ നിയോഗിച്ച അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവിനോടും ഇവിടെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഇവരെ ഒരു പ്രത്യേക സംഘത്തെ റോമിൽ വിളിച്ചു വരുത്തി മാർപ്പാപ്പ പൗരസ്ത്യ തിരുസംഘം വ്യക്തമായി അതിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്തതിനു ശേഷം വിശ്വാസികളുടെ രക്ഷയ്ക്കായി, കത്തോലിക്ക സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും വൈദികരെ പൊതിഞ്ഞു പിടിക്കുക, സംരക്ഷിക്കുക എന്നുള്ളതാണ്. മെത്രാന്മാരെ സംരക്ഷിക്കുന്നതും കത്തോലിക്ക സഭയുടെയും മാർപ്പാപ്പയുടെയും ഒരു അൾട്ടിമേറ്റ് ലക്ഷ്യമായിട്ട് ഒരിക്കലും 2000 വർഷത്തെ ചരിത്രത്തിലല്ല, ഒരിക്കലും 2000 വർഷത്തെ ചരിത്രത്തിൽ കത്തോലിക്ക സഭയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസികളാണ്, വിശ്വാസികളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ്. ജോമോനി പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറുകയാണ്. കാരണം ഇപ്പൊ ജോമോനി പറഞ്ഞൊരു കൺസെപ്റ്റില് കഴിഞ്ഞ 2.5 വർഷം അല്ലെ 3 വർഷമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തിന് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടോ? അതായത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണോ സഭ,
പിതാക്കന്മാരെയും വൈദികരെയും പൊതിഞ്ഞു പിടിക്കാൻ വേണ്ടിയിട്ടാണ് സഭ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജോമ പറഞ്ഞത് കറക്റ്റ് ആണ്, ദൈവജനത്തിന് വേണ്ടി ആയിരിക്കണം സഭ. അപ്പൊ അതിന്റെ അർത്ഥം ഇതുവരെ നമുക്ക് കിട്ടിയ ഒരു ഫീലിംഗ് അത് ദൈവജനത്തിന് വേണ്ടിയിട്ടായിരുന്നില്ല, അല്ലെ? സംശയമുണ്ട്. അതുകൊണ്ടാണല്ലോ ദൈവജനത്തിന് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലും കോടതിയിലും ഒക്കെ പോകേണ്ട വന്നത്. സഭ എന്ന് പറയുന്നത് ഈ സംവിധാനങ്ങൾ, അതിന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് വിശ്വാസികളെ വിശ്വാസത്തിൽ ദൃഢപ്പെടുത്തുക, വിശ്വാസത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യമായിട്ടുള്ള കാര്യം അതാണ്, നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അതാണ്. അതിനെ സംബന്ധിച്ചാണ് ജോമൻ സംസാരിച്ചത്, അല്ലാതെ ഇൻഡിവിജ്വൽ ടെംപ്ലേറ്റിലുള്ള ഡീവിയേഷൻസിനെ കാണിക്കാൻ വേണ്ടിയല്ല. ചേട്ടൻ പറഞ്ഞു വരുന്നതനുസരിച്ച് സഭയുടെ പരമപ്രധാനമായ ലക്ഷ്യം ഈ വിശ്വാസികളെ നേടുക, വിശ്വാസം പ്രചരിപ്പിക്കുക എന്നതാണെന്നുള്ള ചേട്ടൻ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജോമോൻ പറഞ്ഞതുമായിട്ട് അത് കൃത്യം അലൈൻഡായിട്ടുണ്ട്. ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടയിലെ വിശ്വാസികൾക്ക് പലർക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈ സഭ എന്ന് പറയുന്നത് കുറേ പിതാക്കന്മാരുടെയും കുറേ വൈദികരുടേതുമാണ്, ഞങ്ങൾക്ക് അവിടെ ഒരു പ്ലേസേ ഇല്ല. പക്ഷേ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു സർക്കുലറാണ് ഇത്തവണ 9-ാം തീയതി വന്നതെന്നാണ് ജോമോൻ പറഞ്ഞത്. ക്ലാരിറ്റി ആയിട്ടുണ്ട്. അതിന് മാർപ്പാപ്പ അടിസ്ഥാനപരമായിട്ട് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമായിട്ട് അത് വിശ്വാസികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നു, മാർപ്പാപ്പയുടെ 2023 ഡിസംബർ 7-ാം തീയതിയിലെ വീഡിയോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സകല വിശ്വാസികളും ഒരിക്കൽ കൂടി ആ വീഡിയോ, 7 മിനിറ്റ് വീഡിയോ ഉള്ളൂ, അത് ഒരിക്കൽ കൂടി കാണണം. അതിനകത്ത് വ്യക്തമായി മാർപ്പാപ്പ പറയുന്നു, നിങ്ങളൊരു വിഘടിത വിഭാഗമാകരുത്, എനിക്ക് നിങ്ങളെ പുറത്താക്കാൻ താല്പര്യമില്ല. പക്ഷേ അങ്ങനെ വിഘടനവാദവുമായി ആരെങ്കിലും നിങ്ങളെ സമീപിക്കുന്നെങ്കിൽ, അത് വൈദികരായാലും ആരായാലും സമീപിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം നിങ്ങൾ ചേരരുത്, അവരിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ കഴിഞ്ഞ ഈ 2-3 വർഷത്തെ കാര്യങ്ങൾ മുഴുവൻ ഒരു വ്യക്തമായ സ്ക്രീനിൽ ഇവിടെ നടന്ന കാര്യങ്ങൾ, നേർക്കാഴ്ചകൾ മുഴുവൻ മാർപ്പാപ്പ മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ വീഡിയോ സന്ദേശത്തിലൂടെ വന്നത്. കാരണം കഴിഞ്ഞ 3 വർഷം കൊണ്ട് സീറോ മലബാർ സഭയിലെ നല്ല ശതമാനം വിശ്വാസികൾ സഭയോടൊപ്പം നിൽക്കുക, അതായത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ, വിമത വിഭാഗത്തോട് ചേരുന്ന ഏതെങ്കിലും കൈക്കാരന്മാരെക്കുറിച്ചോ അവർ പോറ്റി വളർന്ന പാരീഷ് കൗൺസിൽ അംഗങ്ങളെക്കുറിച്ചോ അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ആളുകളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സഭയോടൊപ്പം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ, അവർക്ക് പള്ളിയിലിടമില്ല, അവർ പള്ളിക്ക് പുറത്താണ്. അവർ സഭയിൽ നിന്ന് അകന്നു പോകുന്നതിന് ഈ വിമത വൈദികർ കാരണമാകുന്നു, കുറച്ച് വിമത അൽമായരും അതിന് കാരണമാകുന്നു. പല സർക്കുലറുകൾ ഇറക്കി, മാർപ്പാപ്പയുടെ തന്നെ സർക്കുലറുകൾ ഇവർ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞു, സമൂഹ മധ്യത്തിൽ കത്തിച്ചു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിരനിരയായി ഇവിടെ നിന്ന സാഹചര്യത്തിലാണ് മാർപ്പാപ്പ വീണ്ടും പറയുന്നത്, നിങ്ങൾ അവരോട് ചേരരുത്. അപ്പം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് തന്നെ മാർപ്പാപ്പ ഇടപെടുന്ന ഒരു രംഗമാണ് ജൂലൈ 3 സർക്കുലർ മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സീറോ മലബാർ സഭയിലെ എന്ന് മാത്രമല്ല, ലോകം മുഴുവൻ ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സ്കാൻഡൽ. ഈ വീഡിയോയിൽ തന്നെ മാർപ്പാപ്പ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സ്കാൻഡൽ എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരമാവുകയാണ് തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അകത്തെത്ര പുറത്തെത്ര. അത് ജൂലൈ 3-ാം തീയതി അതിൻ്റെ ഒരു എൻഡ് കട്ട് ഓഫ് പോയിന്റ് ആണ്. അത് ഡിസൈഡ് ചെയ്യുന്ന മാർപ്പാപ്പയാണ്. അല്ലാതെ മാർപ്പാപ്പ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഞങ്ങൾ മാർപ്പാപ്പയോടൊപ്പമാണ്, മാർപ്പാപ്പ അർപ്പിക്കുന്ന ജനാഭിമുഖ കുർബാന ഞങ്ങൾക്ക് വേണം. എന്തുകൊണ്ട് ഇതുവരെ മാർപ്പാപ്പ ഈ പറയുന്ന ആളുകളുടെ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷനായിട്ട് മാർപ്പാപ്പ വന്നില്ല? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സഭ സീറോ മലബാർ സഭ എന്ന് പറയുന്നത്, ആ സീറോ മലബാർ സഭയ്ക്ക് അതൊരു സഭയാണ്. ആ സഭയ്ക്ക് ഒരു ലിറ്റർജിയേ ഉള്ളൂ. മറ്റ് റീത്തുകളിലെ ലിറ്റർജി ഒരിക്കലും ഒരു സഭയിലേക്ക് കൊണ്ടുവരാൻ മാർപ്പാപ്പ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് സാധ്യമല്ല, ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞല്ലോ, നിങ്ങളുടെ സഭയുടെ ബലി ആരാധനക്രമം നിങ്ങൾ ഫോളോ ചെയ്യുക. അതെ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ആദ്യമേ സംസാരിച്ച പോലെ തന്നെ ജൂലൈ 3-ാം തീയതി ഒക്കെ നമ്മൾ കാഴ്ചക്കാരാ. ഇവിടെ നമ്മൾ കാഴ്ചക്കാരാണ്. അകത്ത് എത്ര പേര് കയറുന്നു, പുറത്ത് എത്ര പേര് പോകുന്നു, അത് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം വിശ്വാസികൾക്കല്ല. ആ കുർബാന അർപ്പിക്കേണ്ട വൈദികരിൽ മാത്രം അത് നിക്ഷിപ്തമാണ്. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന, എനിക്ക് അകത്ത് നിൽക്കണമെങ്കിൽ ഞാൻ സഭയുടെ കുർബാന ചെല്ലും, തീർച്ചയായിട്ടും ബലി അർപ്പിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ രീതിക്ക് ചെയ്ത് പുറത്ത് പോകണം. ഇവിടെയാണ് ആദ്യം ചോദിച്ച ഒരു ചോദ്യം, എത്ര പേർക്ക് അകത്ത് കടക്കാൻ പറ്റും? എല്ലാവർക്കും അകത്ത് കടക്കാൻ പറ്റുമോ? എത്ര പേർക്ക് പുറത്തു പോകാൻ പറ്റും? ഇങ്ങനെയുള്ള ചില മനുഷ്യരുടെ ഉള്ളിൽ, വിശ്വാസികളുടെ ഉള്ളിൽ അവരെ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാതെ പോകുന്നത് ഉചിതമല്ല. കാരണം ഇത് നേരത്തെ മുൻകൂട്ടി അറിയിക്കേണ്ടത് സഭാ നേതൃത്വം തന്നെയാണ്. ആ സഭാ നേതൃത്വം ഇതുവരെ അറിയിക്കാത്തത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി കുറെ അട്ടിമറികൾ ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം കുറച്ചു മുമ്പ് തന്നെ സൂചിപ്പിച്ചതുപോലെ 9-ാം തീയതി സർക്കുലർ, 3-ാം തീയതി നടപ്പാക്കേണ്ട സർക്കുലർ ഇറങ്ങിയപ്പോൾ തന്നെ
ഇതിനെതിരെ തന്നെ ഏറ്റവും കൂടുതൽ എതിർത്തത് വിമത വൈദികർക്ക് കുടപിടിക്കുന്ന കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന അച്ഛനാണ്. പബ്ലിക് മീഡിയ എത്രയോ സ്ഥലങ്ങളിൽ ഇദ്ദേഹം വന്ന് ഈ സർക്കുലറിനെ അദ്ദേഹം അധിക്ഷേപിച്ചു, അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. ജനാഭിമുഖ കുർബാന തന്നെ മാത്രമേ ഇവിടെ തുടരൂ എന്ന് പറഞ്ഞുകൊണ്ട് 9-ാം തീയതിയിലെ സർക്കുലറിനെയും ഇദ്ദേഹം അടച്ച് ആക്ഷേപിച്ചു. 3-ാം തീയതിക്ക് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. 3-ാം തീയതിക്ക് മുമ്പ് ഈ സർക്കുലറിൻ പ്രകാരം നടപടി എടുക്കുമെന്ന് പറയുന്ന ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും 3-ാം തീയതിക്ക് മുമ്പ് ഇവർ നടപടി എടുക്കണമെന്ന് വിശ്വാസികൾക്ക് ബോധ്യം വരണമെങ്കിൽ അവർ അതിനു മുമ്പേ കുര്യാക്കോസ് മുണ്ടാടൻ എന്ന് പറയുന്ന അച്ഛനെതിരെയുള്ള നടപടി ആദ്യം പുറത്തു വരണം. അതായത് ഞാൻ ഇന്ന് രാവിലെയും കേട്ട ഒരു മെസ്സേജ് ഞാൻ എല്ലാവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛൻ സഭയ്ക്കുള്ളിൽ ഇല്ല, അദ്ദേഹം അനുസരിച്ചില്ലെങ്കിൽ പുറത്താക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് എന്ന് ഒരാളെന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അല്ല, അത് റോബിളെ അത് വ്യക്തമാണ്. കാരണം അത് പൂഴ്ത്തി വെച്ചേക്കാണെന്ന് നമ്മൾ പയ്യെ പറയേണ്ട കാര്യമില്ല. കാരണം സിറിൽ പിതാവ് കാക്കനാട് മൗണ്ടിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ തളിയൻ അച്ഛനും കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനും അവരവിടെ പോയിട്ട് അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തു. ഞങ്ങൾ വൈദികർക്കെതിരെയുള്ള 4 പേർക്കെതിരെയുള്ള നടപടി പിൻവലിക്കണം, അതില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പുറത്തു പോകില്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ നിരാഹാര സമരം സത്യാഗ്രഹം ആരംഭിക്കുന്നു പറഞ്ഞ് എന്ത് ഷോയാണ് അവിടെ കാണിച്ചത്. അപ്പോ വിശ്വാസികൾക്ക് പോലും അറിവില്ലാത്ത നടപടി ഉണ്ട്, ഇദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ട്, 4 പേർക്ക് നടപടി ഉണ്ട് എന്ന കാര്യം പുറത്തുവിട്ടത് കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛൻ തന്നെയാണ്. എന്തുകൊണ്ട് സഭാ നേതൃത്വം പോലും അദ്ദേഹം അത് തുറന്നു പറയാൻ തയ്യാറായിട്ടും സഭാ നേതൃത്വം ഈ നേരം വരെ അത് പറഞ്ഞില്ല. അതിന്റെ കാരണം എന്താണ്? ഇവിടെ നമ്മളൊക്കെ അറിയാതെ എന്തൊക്കെയോ സെറ്റിൽമെന്റ് പരിപാടികൾ നടക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. ആ സെറ്റിൽമെന്റ് പരിപാടി ഇല്ലായിരുന്നുവെങ്കിൽ ഇദ്ദേഹം അത് പറഞ്ഞപ്പോൾ സഭാ നേതൃത്വം ഇദ്ദേഹത്തെ കുറിച്ചുള്ള നടപടി പുറത്തു പറയാനായിട്ട് അവരാ മാന്യത, വിശ്വാസികളോട് അവർക്കൊരു കടപ്പാടുണ്ട്, അത് കാണിക്കണം. അതുകൊണ്ട് തന്നെയാണ് റോബിൾ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. 3-ാം തീയതി ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. അതായത് ഇപ്പം ഈ കുര്യാക്കോസ് മുണ്ടാടൻ കാര്യം പറയുന്നത് പോലെ തന്നെ ഈശോയുടെ തിരുശരീരത്തെ അപമാനിച്ചതിനെ വത്തിക്കാനിൽ നിന്ന് വിശേഷിപ്പിച്ചത് അബ്യൂസീവ് യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്നാണ്. അപ്പം ഈ കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛൻ ചെയ്തതിലും വലിയ തെറ്റ് ചെയ്തവരല്ലേ ഇപ്പം ഈ കുർബാന ചൊല്ലി ഇതിന്റെ കൂടെ വീണ്ടും നിൽക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും അതായിരുന്നു എന്റെ ചോദ്യം. അല്ല, തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ 7-ാം തീയതിയിലെ വീഡിയോയിൽ വ്യക്തമായിട്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാർപ്പാപ്പ പരാമർശിക്കാൻ കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് ജൂലൈ 3-ാം തീയതി കുർബാന ചൊല്ലിയാലും ഒരിക്കലും സഭയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ആളുകളെ കുറിച്ച് ഇതുവരെ സീറോ മലബാർ സഭയുടെ നേതൃത്വം വിശ്വാസികളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. കാരണം ഇവിടെ വിശ്വാസികളോട് ബോധ്യപ്പെടുത്താനുള്ള നിരവധി കാര്യങ്ങൾ മടക്കി വെച്ചിട്ടാണ് ഈ പറയുന്ന ഈ 3-ാം തീയതിയിലെ കാര്യത്തിലേക്ക് വന്നത്. ഇവിടെ വിശ്വാസികൾക്കുള്ള ആശങ്ക പരിഹരിക്കാൻ സഭാ നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. കാരണം 3-ാം തീയതി ആരൊക്കെ അകത്താകും ആരൊക്കെ പുറത്താകും എന്ന് പറയുമ്പോൾ ഈ 50 പേരോളം ഈ 33 പേരെ ആഭിചാര ക്രിയ നടത്തിയ ആൾക്കാർ ഇവർക്ക് കൂടെ പിടിച്ചിട്ടുള്ള കുര്യാക്കോസ് മുണ്ടാടൻ ഈ പറഞ്ഞ പരിപാടി നടക്കുമ്പോൾ നമ്മളെല്ലാം ആ രാത്രി അവിടെ ഉണ്ട്. കുര്യാക്കോസ് മുണ്ടാടൻ അവിടെ സന്ദർശകനായിരുന്നു. അവിടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പല വൈദികരും അവിടെ സന്ദർശിച്ചു. നരികുളം അതിന്റെ നേർസാക്ഷിയാണ്. പിന്നാമ്പുറത്ത് പല പല ആൾക്കാർ ഇതെല്ലാം അതെ ഇവരിതെല്ലാം നിരീക്ഷിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ 33 പ്ലസ് ഒരു 10-15 പേര് വേറെയുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരു 50 പേര് ഒരു കാരണവശാലും ഒരു ക്രിസ്തീയ സഭാ സംവിധാനത്തിൽ ക്രിസ്തുവിനെയാണ് ഇവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടതെങ്കിൽ, ക്രിസ്തുവിന്റെ കുർബാനയാണ് പരിശുദ്ധമായ അൾത്താരകളിൽ വിശ്വാസികൾക്ക് വേണ്ടി ഇവർ അർപ്പിക്കേണ്ടതെങ്കിൽ ഒരു കാരണവശാലും ഇവർ ആ കുർബാന ഇനി സീറോ മലബാർ സഭയുടെ കുർബാന അർപ്പിക്കാൻ ഇവർ യോഗ്യരല്ല, ഇവർ അയോഗ്യരാണെന്ന് മാർപ്പാപ്പ ഓൾറെഡി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ 50 പേരുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഇവർക്ക് അകത്ത് കടക്കാൻ പറ്റില്ല, ഇവർ പുറത്താണെന്ന് വ്യക്തമായിട്ട് വിശ്വാസികളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടി ഇപ്പോൾ സഭാ നേതൃത്വത്തിൻ്റെ മുൻപിലുണ്ട്. കാരണം ഇത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. എറണാകുളത്ത് ഏതാണ്ട് 370ഓളം 400 അച്ഛന്മാരുണ്ട്. പക്ഷേ ഇവിടെ പള്ളികളിൽ ശുശ്രൂഷകൾ ചെയ്യുന്നവർ ഏതാണ്ട് 350-370 വൈദികരുണ്ട്. ഇതിൽ 350 പേരാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് ഇതിനെ ഒരു കാരണവശാലും ഞങ്ങൾ ചെല്ലില്ല എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ 350 വൈദികർ ഞാൻ ആദ്യം സൂചിപ്പിച്ച 50 പേരെ മാറ്റി നിർത്തിയാൽ ഏതാണ്ട് 300-ന് മുകളിൽ വൈദികരുണ്ട്. ഈ 300 പേരുടെ കാര്യത്തിലാണ് ഇപ്പോൾ മാർപ്പാപ്പ ഇടപെട്ട് ഇവർക്ക് അകത്ത് കടക്കാൻ ഒരു വിൻഡോ ഓപ്പൺ ആക്കി കൊടുത്തിരിക്കുന്നത്. ഒരു വാതിലാണ്. വാതിൽ നമുക്കറിയാം. വാതിൽ എന്ന് പറഞ്ഞാൽ വാതിൽ എന്ന് പറഞ്ഞാൽ വാ ഇതിലെ എന്താ അതിനർത്ഥമുള്ളൂ. മതിൽ എന്ന് പറഞ്ഞാൽ മതി ഇതിലെ നമ്മൾ അടച്ചു കെട്ടി, മതി ഇതിലെ ആ പരിപാടി നിർത്തി.
വാതിൽ എന്ന് പറഞ്ഞാൽ സ്വാഗതം, നമ്മളെ അകത്തേക്ക് കടക്കാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ ജൂലൈ 3 നടപ്പാക്കേണ്ടത് ഒരു വാതിലാണ്. ആർക്കൊക്കെ? ഈ 50 പേർക്ക് ഒഴികെ മറ്റുള്ളവർക്ക്. 50 പേരുടെ കാര്യം വേറെയാണ്. കാരണം ഇതൊരു ഈ വിമത പ്രവർത്തനങ്ങളുടെ ഒരു മാനുഫാക്ചറിങ് ഫാക്ടറി നടത്തുന്ന ആ നടത്തിപ്പുകാരാണ് ഈ 50 പേർ. അപ്പൊ അവർക്ക് ഒരു കാരണവശാലും ചെല്ലി അകത്ത് കിടക്കാൻ പറ്റൂല. ഈ 50 വിമത വൈദികരാൽ വശീകരിക്കപ്പെട്ട് ബ്ലാക്ക് മെയിൽ ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. ഏത് മനുഷ്യനും ബലഹീനതയുണ്ട്. ഈ സംസാരിക്കുന്ന എനിക്കുണ്ട്, സംസാരിക്കുന്ന റോബിളിനുണ്ട്, വിശ്വാസികൾക്കുണ്ട്, വൈദികർക്കുണ്ട്. ബലഹീനതകളില്ലാത്ത മനുഷ്യനില്ല. അവനവൻ്റെ മാനുഷികമായിട്ടുള്ള ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ ഇവരുടെ ജീവിതത്തിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ അച്ഛന്മാരുടെ ഈ കഥകളും കാര്യങ്ങളും ഒക്കെ എല്ലാ ആളുകൾക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പം ഇങ്ങനെ ആരെങ്കിലും തമ്മിലുള്ള ചെറിയ ബലഹീനതകൾ ഇവർ എല്ലാം കൂടി കറക്റ്റായ രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് ഒരു സംഭവമാക്കി മാറ്റി ബാക്കി 350 എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. കുറേ ആൾക്കാർ പെട്ടു നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ കൂടുതലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബ്ലാക്ക് മെയിലിൽ ഈ 50 വൈദികർ നമ്മുടെ സാധാരണക്കാരായ കുറച്ച് പാവം വൈദികരെ പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവരാൽ ബന്ധനസ്ഥരാക്കപ്പെട്ട ഒരു വൈദിക സമൂഹത്തെ അകത്ത് കടത്താനാണ് മാർപ്പാപ്പ ശ്രമിക്കുന്നത്. അല്ലാതെ 50 പേർക്ക് വേണ്ടിയല്ല ഈ സർക്കുലർ. എനിക്ക് തോന്നുന്ന ജോമോന പറഞ്ഞു വന്ന ആ ഒരു രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ 50 പേരുടെ മുമ്പിൽ വാതിലേ ഇല്ല, ഒരിക്കലുമില്ല. ബാക്കിയുള്ളവർക്കാണ് വാതില്. അതെ. അപ്പൊ അവർക്ക് മറ്റുള്ളവർ ഈ വാതിലൂടെ കടക്കാതിരിക്കാൻ അവരൊരു പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇവർ ചിത്രത്തിലേ ഇല്ല ഇനി. ഒരിക്കലുമില്ല. അതായത് ഇവർ ജൂലൈ 3 കുർബാന ചെല്ലിയാലും ഇല്ലെങ്കിലും എന്തായാലും ഇവർ ഇതിന്റെ ഭാഗമല്ല. അല്ല, ഇവിടെയാണ് റോബിൾ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞല്ലോ. ഉപമ, ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞു. ധൂർത്തപുത്രനെ ആരും ഒരിക്കലും പന്നിക്കൂട്ടിൽ നിന്ന് കയറ് കെട്ടി വലിച്ച് ഒരിക്കലും തറവാട്ടിലേക്ക് കൊണ്ടുവന്ന ചരിത്രമില്ല. അതല്ലേ മാർപ്പാപ്പ പറഞ്ഞ അനുദപിച്ചിട്ട് വരട്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ധൂർത്തപുത്രനെ കയറ് കെട്ടി വലിച്ച് അല്ലെങ്കിൽ JCBക്ക് കുത്തിപ്പൊക്കി അകത്ത് കടത്താനുള്ള ശ്രമമാണ്. ഞാൻ പറഞ്ഞു അത് ഈ സഭയെ നശിപ്പിക്കുകയാണ് അവര്. ഓക്കെ, ഇതൊരു വാലിഡ് പോയിന്റ് ആണ്. എനിക്ക് അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ജോയ്സിയോടാണ്. കാരണം നമ്മുടെ MTNSന്റെ വനിതാവേദിയുടെ പ്രൊമോട്ടറാണ്. ഒരേ സ്വരം ഒരേ മനം ഒരേ ബലി ബലി, ഒരേ സ്വരം ഒരേ മനം ഒരേ ബലി ബലി, കൈകൾ കോർത്തിടാം ക്രിസ്തുവിലൊന്നാകാം, കൈകൾ കോർത്തിടാം ക്രിസ്തുവിലൊന്നാകാം, അനുരഞ്ജിതരാകാം സഭയോടൊന്നാകാം, അനുരഞ്ജിതരാകാം സഭയോടൊന്നാകാം. ഒരേ സ്വരം ഒരേ മനം ഒരേ ബലി ബലി, ഒരേ സ്വരം ഒരേ മനം ഒരേ ബലി